Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചാ? ഭക്ഷണം കഴിച്ച എല്ലാവരും? Yes, Yes, ma'am. ma'am. Okay. തുടങ്ങാം നമുക്ക്. റെഡി അല്ലേ എല്ലാവരും? Yes, ma'am. Yes, ma'am. Okay. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും? സ്ക്രീൻ Yes, കാണാൻ ma'am. പറ്റും? കാണാം. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് എടുത്ത ഇൻഡിക്കേറ്റേഴ്സ് ഫോർ ഇവാലുവേറ്റിംഗ് പബ്ലിക് റിലേഷൻ ദ കമ്മ്യൂണിറ്റി അവിടെ വരെ എടുത്തു നിർത്തി. അത് കഴിഞ്ഞില്ലേ നമ്മുടെ ഇനി എടുക്കേണ്ടത്? ഇനി എടുക്കേണ്ടത് ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് പബ്ലിക് റിലേഷൻസ് അല്ലേ? ആരെങ്കിലും ഒന്ന് റിപ്ലൈ തരൂ. ഇനി എടുക്കേണ്ടത് എവിടെയാണ്? ഓക്കെ, ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് പബ്ലിക് റിലേഷൻസ് ഇനി എടുക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് പബ്ലിക് റിലേഷൻസ്. പബ്ലിക് റിലേഷൻസിന്റെ മെഷറിംഗ് നടക്കാനുള്ള സൂചകങ്ങൾ കേട്ടാ. ഇൻഡിക്കേറ്റേഴ്സ് ഫോർ മെഷറിംഗ് മെഷർമെന്റ്സ് പബ്ലിക് റിലേഷൻസിന്റെ എന്താ അളക്കുന്നതിനുള്ള സൂചകങ്ങൾ. നമ്മൾ എങ്ങനെയാണ് പബ്ലിക് റിലേഷൻസിന്റെ ഓരോ സൂചകങ്ങൾ അറിയുന്നത്? helps to identify ways of improving medical care and ultimately translates into better and happier patients. എന്താ ഒരു പേഷ്യൻസിന് നമ്മൾ എന്ത് കൊടുക്കും? മെഡിക്കൽ കെയർ കൊടുക്കും അല്ലേ?
വൈദ്യപരിചരണം കൊടുക്കും. ഒരു പേഷ്യൻസിന് നമ്മൾ മെഡിക്കൽ കെയർ കൊടുക്കുമ്പോൾ അത് മെച്ചപ്പെടുത്താനുള്ള വഴികൾ, അതെങ്ങനെ നമുക്ക് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, അതിനുള്ള വഴികൾ തിരിച്ചറിയാൻ നമുക്ക് ഈ സഹായിക്കും. മെഷറിംഗ്, അതിന്റെ സൂചകങ്ങൾ, മെഷറിംഗ് ഇൻഡിക്കേറ്റേഴ്സ്, അതെന്തിനാ നമ്മൾക്ക് മെയിൻ ആയിട്ട് ഹെൽപ്സ്, അത് നമ്മളെ സഹായിക്കും. എന്തിനാ സഹായിക്കണേ? ഹെൽപ്സ് ടു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇംപ്രൂവിങ് മെഡിക്കൽ കെയർ, നമ്മളൊരു പേഷ്യൻസിന് എന്തെങ്കിലും അതിന് ഒരു കെയർ കൊടുക്കുമ്പോൾ, പേഷ്യൻസിന് ഒരു മെഡിക്കൽ കെയർ കൊടുക്കുമ്പോൾ അതിനെ ഇംപ്രൂവ് ചെയ്യാൻ, അതിനെ മെച്ചപ്പെടുത്താനുള്ള വഴികൾ തിരിച്ചറിയാനായിട്ട് നമുക്ക് ഈ ഇൻഡിക്കേറ്റർ മെഷറിംഗ് ഇൻഡിക്കേറ്റർ സഹായിക്കും. പിന്നെന്താ പറഞ്ഞേ? അതിന് നമ്മൾ അൾട്ടിമേറ്റ്ലി ട്രാൻസ്ലേറ്റ്സ് ടു ബെറ്റർ ആൻഡ് ഹാപ്പിയർ പേഷ്യൻസ്. അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവും? ഈ സന്തോഷപരമായും രോഗിയുടെ കറക്റ്റ് നമ്മൾ മെച്ചപ്പെടുത്തും. നമ്മൾ പറഞ്ഞു മെഡിക്കൽ കെയർ ഇംപ്രൂവ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഡിക്കൽ കെയർ ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ അതിനെ ട്രാൻസ്ലേറ്റ് ടു ബെറ്റർ, നല്ല ട്രീറ്റ്മെന്റ്, നല്ല ബെറ്റർ ആയതിലേക്ക് മെച്ചപ്പെടുത്താനായിട്ട് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഹാപ്പിയർ പേഷ്യൻസ്. അപ്പൊ പേഷ്യൻസ് എന്തായിരിക്കും? ഹാപ്പി ആയിരിക്കും അല്ലെ? അപ്പൊ പേഷ്യൻസിന് സന്തോഷകരമായിട്ട്, രോഗി പേഷ്യൻസിന്റെ നല്ല ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അൾട്ടിമേറ്റ് ട്രാൻസ്ലേറ്റ് ഇൻടു ബെറ്റർ, ഏറ്റവും നല്ല ബെറ്റർ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് പേഷ്യൻസിനെ നമ്മൾ മാറ്റി അവർക്ക് സന്തോഷം നമ്മൾ കൊടുക്കും. അതാണ് മെഷറിംഗ് ഇൻഡിക്കേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി പറയാം, ഹെൽപ്സ് ടു നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. മെഷറിംഗ് ഇൻഡിക്കേറ്റർ എന്ന് വെച്ചാൽ അത് നമുക്ക് എന്തിനു ചെയ്യാൻ പറ്റും? പേഷ്യൻസിന് കൊടുക്കണം മെഡിക്കൽ കെയർ കൂടുതൽ നമുക്ക് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്നുള്ള വഴി നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത് തിരിച്ചറിയണത് അൾട്ടിമേറ്റ്ലി ട്രാൻസ്ലേറ്റിംഗ് ദ ബെറ്റർ, ഏറ്റവും നല്ല ഒരു മാറ്റത്തിലൂടെ. അതുപോലെ തന്നെ പേഷ്യൻസിന് അതെന്തായിരിക്കും? ഹാപ്പി ആയിരിക്കും. പേഷ്യൻസിന് നല്ല സന്തോഷമായിട്ടായിരിക്കും നമ്മളെ ഈ ഇൻഡിക്കേറ്റർ മെഷറിംഗ് വിവർത്തനം ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യൻസിന്റെ തൃപ്തി എന്താണ്? സാറ്റിസ്ഫാക്ഷൻ സർവേ ആണ്. അപ്പൊ പേഷ്യൻസിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള സർവേ ക്യാൻ ബി കണ്ടക്ടഡ് ബൈ എൻ ഔട്ട്ഡോർ സർവേ ഏജൻസി അല്ലെങ്കിൽ ഡൺ ആസ് ഇൻ-ഹൗസ് സർവേ. അണ്ടർലൈൻ ചെയ്തിടാ. ക്യാൻ ബി കണ്ടക്ടഡ് ഔട്ട്ഡോർ സർവേ ഏജൻസിയും ഇൻ-ഹൗസ് സർവേയും അണ്ടർലൈൻ ചെയ്തിടാ. പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേ അണ്ടർലൈൻ ചെയ്തിടാ. ഏതാ? അത് കണ്ടക്ട് ചെയ്യുന്നത് ഔട്ട്ഡോർ സർവേ, പുറത്തുള്ള ഏജൻസി. ഒരു പുറത്തുനിന്ന് ഇത് സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു ഏജൻസിക്ക് സർവേ ചെയ്യാം, അല്ലെങ്കിൽ ഇൻ-ഹൗസ് സർവേ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ ഔട്ട്ഡോർ സർവേ ഏജൻസിക്ക് നടത്താം. അതുപോലെ തന്നെ ഇൻ-ഹൗസ് സർവേ ആയിട്ടും ഇത് നടത്താം. പേഷ്യൻസിന്റെ എന്ത് നടത്താം? പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേ, തൃപ്തികരമായ ആ ഒരു സർവേ അങ്ങനെ നടത്താം. പിന്നെന്താ? A survey questionnaire with options is provided to the patients. എന്താ? ഓപ്ഷൻ കൊണ്ടുള്ള ഒരു സർവേ നമ്മുടെ പേഷ്യൻസിന്റെ ഇഷ്ടത്തിനാണ്, ചോയ്സ് ആണ്. പേഷ്യൻസിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഔട്ട്ഡോർ ആണോ ഇൻഡോർ ആണോ എന്ന് പേഷ്യൻസിന്റെ ഏതാ സാറ്റിസ്ഫാക്ഷൻ അതനുസരിച്ച് നമ്മൾ പേഷ്യൻസിന്റെ ക്വസ്റ്റ്യനെയർ വിത്ത് ഓപ്ഷൻസ് പ്രൊവൈഡ് ടു ദ പേഷ്യൻസിന് കൊടുക്കും. ഓക്കെ, അപ്പൊ ഈ രണ്ട് പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം. പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേ എന്ന് പറയുന്നത് ഒന്ന് ഔട്ട്ഡോർ സർവേ ഏജൻസിയും പിന്നെ ഇൻഡോർ അല്ല ഇൻ-ഹൗസ് സർവേ. ഇതിൽ ഏത് വേണം എന്നുള്ളത് പേഷ്യൻസിന്റെ തീരുമാനിക്കാം. ക്വസ്റ്റ്യനെയർ വിത്ത് ഓപ്ഷൻ പ്രൊവൈഡ് ടു ദ പേഷ്യൻസിന് കൊടുക്കണം. ഇതുപോലെ പേഷ്യൻസിന് അത് തീരുമാനിക്കാം, ഔട്ട്ഡോർ വേണോ ഇൻ-ഹൗസ് വേണോ. ഓക്കെ, അപ്പൊ അത്രയും ഭാഗം നമ്മുടെ കഴിഞ്ഞു. നെക്സ്റ്റ് കസ്റ്റമർ കംപ്ലൈന്റ്സ് ആണ്. കസ്റ്റമറിന്റെ കംപ്ലൈന്റ്സ് നമ്മൾ പേഷ്യൻസിന് എന്തോരം നോക്കിയാലും നമ്മളൊരു കംപ്ലൈന്റ്സ് ബോക്സ് വെച്ചിട്ടുണ്ട് അല്ലെ? പേഷ്യൻസിന് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പേഷ്യൻസിന്റെ ബൈസ്റ്റാൻഡറിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ചെയ്യാം. നമ്മൾ അവിടെ കംപ്ലൈന്റ് ബോക്സിൽ ആർക്ക് വേണമെങ്കിലും കംപ്ലൈന്റ് എഴുതാം അല്ലെ? ആ കംപ്ലൈന്റ് കാര്യങ്ങളാണ് പറയണത്. ഇങ്ങനെ ഒരു കംപ്ലൈന്റ് എന്തിനൊക്കെ നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം? ഇതിനൊക്കെ കൊടുക്കാം. നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് എന്ന് വെച്ചാല് പരാതികളുടെ എണ്ണം ലഭിക്കുന്നതനുസരിച്ചിരിക്കും. പരാതികളുടെ കംപ്ലൈന്റ്സിന്റെ എണ്ണം എന്തോരം റിസീവ് ചെയ്യേണ്ടത് കിട്ടുന്നതനുസരിച്ചാണ്. ലെസ് ദ നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ് ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻസ്. എന്താ? കിട്ടുന്ന പരാതി, അവിടെ എത്ര പരാതിയാണോ കിട്ടുന്നത്, ലഭിക്കുന്ന പരാതിയുടെ എണ്ണം കുറവാണ് എങ്കിൽ അവിടെ ആ പബ്ലിക് റിലേഷൻസ് നല്ലതാണ്, ബെറ്റർ ആണ്. ഒന്നുകൂടി പറയാം. നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് റിസീവ്ഡ്, എത്ര നമ്പർ ആണോ അവിടെ പരാതികൾ കിട്ടണത്
അതിന്റെ അടിസ്ഥാനത്തിലാണ് പബ്ലിക് റിലേഷൻസിന്റെ ബെറ്ററും ബാഡും ഒക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, ലെസ് ദ നമ്പർ, കുറച്ച് നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് ആണ് കിട്ടിയെങ്കിൽ ബെറ്റർ ഈസ് ദ പബ്ലിക് റിലേഷൻസ്, അവിടുത്തെ പബ്ലിക് റിലേഷൻസ് ബെറ്റർ ആണ്. ഓക്കെ, ഇപ്പൊ എന്താ നമ്മൾ പറയാ, ആ ഹോസ്പിറ്റലില് കംപ്ലൈന്റ്സ്, ഒരുപാട് കംപ്ലൈന്റ്സുകളൊന്നുമില്ല, എപ്പോഴും കംപ്ലൈന്റ്സുകൾ കുറവാണെങ്കിൽ ആ ഹോസ്പിറ്റൽ നല്ലതല്ലേ? നല്ലതല്ലേ? അതിന് ആർക്കാ? പബ്ലിക് റിലേഷൻ, ആ ഹോസ്പിറ്റലിന്റെ പബ്ലിക് റിലേഷൻ നല്ലതാണ്. പക്ഷെ കുറെ കംപ്ലൈന്റ്, എപ്പോഴും കംപ്ലൈന്റ്, ആ കംപ്ലൈന്റ് ബോക്സ് അങ്ങനെ തുറന്നപ്പോ ഡെയിലി കംപ്ലൈന്റ്സ്, അങ്ങനെയാണെങ്കിൽ അതാരെ കുറവാ? അവിടുത്തെ പബ്ലിക് റിലേഷൻ അല്ലേ? അപ്പൊ അതാണ് പറഞ്ഞത്, നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് കിട്ടുന്നതിന്റെ എണ്ണം അനുസരിച്ചിട്ടാണ് പബ്ലിക് റിലേഷൻസിന് നമ്മൾ നോക്കുന്നത്, ആ ഹോസ്പിറ്റലിനെ നോക്കുന്നത്. അപ്പൊ എണ്ണം കുറവാണെങ്കിൽ പബ്ലിക് റിലേഷൻ അവിടുത്തെ നല്ലതാണ്, ബെറ്റർ ആണ്. ഓക്കെ, അത് അണ്ടർലൈൻ ചെയ്യാം. നെക്സ്റ്റ് ജനറൽ ഒപ്പീനിയൻ പോൾ. എന്താ നമ്മൾ പറഞ്ഞു കംപ്ലൈന്റ്സ് എങ്ങനെ വരുന്നത്? ജനറൽ ഒപ്പീനിയൻ വോട്ട് അനുസരിച്ച് പോളാണ്. ഈ പോൾ മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് ടു എ സിംഗിൾ ക്വസ്റ്റ്യൻ സിറ്റുവേഷൻ എ പ്രോബ്ലം ദാറ്റ് നീഡ്സ് എ ആൻസർ. എന്താ നമ്മള് കൂടുതലും ഇതില് മെയിൻ ആയിട്ട് ഒരൊറ്റ സിംഗിൾ ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യൻ ഉള്ളൂ. എന്താ സിറ്റുവേഷൻ, പ്രോബ്ലം ദാറ്റ് നീഡ്സ്, അതിന്റെ സിറ്റുവേഷൻ അനുസരിച്ച്, ആ സമയത്തെ പ്രശ്നം എന്താണ് അതനുസരിച്ച് ആണ് ഉത്തരം. ആവശ്യമുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണോ, അവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെയാണോ, ആവശ്യമുള്ള സിറ്റുവേഷൻ ആണോ, അതിനനുസരിച്ചായിരിക്കും അവിടെ തന്നെ ആൻസർ. ഓക്കെ, അപ്പൊ ഉത്തരം എന്തിനുള്ളതായിരിക്കും? അവിടുത്തെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ളതാണോ, ആ പ്രശ്നങ്ങൾക്കുള്ളതാണോ, അതിനനുസരിച്ചിട്ടായിരിക്കണം അതിന്റെ ആൻസർ വന്നത്, ഉത്തരം വന്നത്. കംപ്ലൈന്റ്സ് ബോക്സിൽ വന്നാൽ കംപ്ലൈന്റ്സ് അതനുസരിച്ച് വേണം. കംപ്ലൈന്റ്സ് എന്തിനെതിരെയാണോ കംപ്ലൈന്റ്സ് വന്നത് അതിനൊരു പോൾ വെക്കും, ജനറൽ ഒപ്പീനിയൻ പോള്. പോളിന്റെ അടിസ്ഥാനത്തിൽ വോട്ടെടുപ്പ് നടത്തും അല്ലെ? ആ വോട്ടെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ സിറ്റുവേഷൻ ഈസ് പ്രോബ്ലം ദാറ്റ് നീഡ്സ് ആൻ ആൻസർ, അവിടുത്തെ സിറ്റുവേഷനും അവിടുത്തെ പ്രശ്നങ്ങളും അതിന്റെ അനുസരിച്ച്, അതിന്റെ ആവശ്യത്തിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അതിന് ആൻസർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ പറഞ്ഞത്. വേറെ ഇവിടെ ഒന്നും പറയാനില്ല, ഇതിലും അണ്ടർലൈൻ ചെയ്യാം. നമ്പർ ഓഫ് കംപ്ലൈന്റ്സ് കുറഞ്ഞാൽ പബ്ലിക് റിലേഷൻ ബെറ്റർ ആവും. ഇതിനെ കണ്ടന്റ് ഇത് ഒരുപാട് പബ്ലിക് റിലേഷൻസിന്റെ ബെറ്ററും പാടും ഒരുപാട് വരും, അപ്പൊ കൺഫ്യൂഷൻ ആവരുത്. ഓക്കെ, നെക്സ്റ്റ് എക്സ്റ്റെന്റ് ഓഫ് വോളണ്ടറി എഫേർട്ട് ബൈ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റിയുടെ സ്വന്തം ശ്രമത്താലുള്ള വോളണ്ടറി എഫേർട്ട്, അവരെ എടുക്കുന്ന എഫേർട്ട്, ആ ഒരു പ്രയത്നത്തിന്റെ സമൂഹം എങ്ങനെയാണ് അത് കാണുന്നത്, എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എങ്ങനെ കാണുന്നത്? Voluntary corps or volunteers are public spirited and service minded people providing extra services. ഒരു വോളണ്ടറി കോർപ്സ് അല്ലെങ്കിൽ വളണ്ടിയേഴ്സ്, നമ്മള് പറഞ്ഞു വളണ്ടിയേഴ്സ് പറഞ്ഞാൽ ആരാ? ഹെൽപ്പ് മെന്റാലിറ്റി ഉള്ളത്, ഭയങ്കര സഹായിക്കുന്നവര് അല്ലെ? ഓപ്പൺ, അവർക്ക് എന്തായിരിക്കും? സർവീസ് മൈൻഡ് ആയിരിക്കും അല്ലെ? ഈ വളണ്ടിയേഴ്സ് ആയിട്ട് നിൽക്കുന്നവർക്ക് വല്ല പൈസ കിട്ടോ? ഇല്ല, ക്യാഷ് ഫ്രീ ആണ്. അവരുടെ സേവനം എങ്ങനെ? ഫ്രീ സർവീസ് ആണ്. അപ്പൊ സർവീസ് മൈൻഡഡ് പീപ്പിൾ, അവര് അങ്ങനെയുള്ളവർക്ക് എന്ത് വേണം? എക്സ്ട്രാ സർവീസ്. ഒരു എക്സ്ട്രാ സർവീസ് കൂടി, ഒരു എക്സ്ട്രാ സേവനം എന്താണോ അത് നമ്മൾ കൊടുക്കണം. വളണ്ടറി കോർപ്സ് അല്ലെങ്കിൽ വളണ്ടറിയമാർ അധിക സേവനങ്ങൾ നൽകുന്നു. അധിക സേവനങ്ങൾ പബ്ലിക് സ്പിരിറ്റഡ്. അതെങ്ങനെയാണ്? അവരുടെ പബ്ലിക് സ്പിരിറ്റഡ്, അവരുടെ പൊതുബോധം, പബ്ലിക് സ്പിരിറ്റ്, പൊതുബോധം, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ? സർവീസ് മൈൻഡ്, സേവന മനോഭാവമുള്ള ആളുകളാണ് അവര് അല്ലെ? വളണ്ടിയേഴ്സ്മാര് സേവന മനോഭാവമുള്ള ആളല്ലേ? അതാണ് പറഞ്ഞത്. വളണ്ടിയർ കോർപ്സ് അല്ലെങ്കിൽ വളണ്ടിയേഴ്സ് അവരെങ്ങനെയുള്ളവരാ? സർവീസ് മൈൻഡ്, പബ്ലിക് സ്പിരിച്വൽ, പൊതുബോധം. ഭയങ്കര അവർക്ക് പൊതുബോധം, ഒരു സ്പിരിച്വലായ ബോധം ഉണ്ടാവും. ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല, പെട്ടെന്ന് എല്ലാം കൈകാര്യം ചെയ്യാനും അങ്ങനെയുള്ള ആൾക്കാരെ വളണ്ടിയേഴ്സ് ആവുള്ളൂ. സ്വന്തം ഇഷ്ടപ്രകാരം വരണം, എന്ത് ബുദ്ധിമുട്ട് തരണം ചെയ്തു, എന്തും എഫേർട്ട് എടുക്കാനുള്ള ഒരു മൈൻഡോടുകൂടി, സർവീസ് മൈൻഡോടുകൂടി വരണം. അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് എക്സ്ട്രാ സർവീസസ് ആണ്. നെക്സ്റ്റ്, ദേ ഹെൽപ്പ് പേഷ്യൻസ് പോസ്റ്റ് തിങ്സ് ഇൻ എ പേഷ്യൻസ് കെയർ ഏരിയാസ്. എന്താ ഈ വളണ്ടിയേഴ്സുമാര്, വളണ്ടിയർ കോർപ്സ് എന്നൊക്കെ പറഞ്ഞു, അവര് ഹെൽപ്പ് ചെയ്യും ആരെ? പേഷ്യൻസിനെ അവര് ഹെൽപ്പ് ചെയ്യും. ഹെൽപ്പ് ചെയ്യാനായിട്ട് അവര് പേഷ്യൻസിനെ ഈ കെയർ ചെയ്യുന്ന മേഖലയിൽ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പേഷ്യൻസിനെ അവര് ഹോസ്റ്റ് ചെയ്യും. They help patient host things in a patient care area. കെയർ ചെയ്യുന്ന ഏരിയസിൽ അവര് പേഷ്യൻസിനെ ഹോസ്റ്റ് ചെയ്യും. അതാണ് രണ്ടാമത്തെ പോയിന്റ്.
മോർ വളണ്ടറിസം ഇൻ എ ഹോസ്പിറ്റൽ, ബെറ്റർ ദ പബ്ലിക് റിലേഷൻസ്. ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തിടാം. ഏറ്റവും കൂടുതൽ വളണ്ടറിസം ഏത് ഹോസ്പിറ്റലിൽ ഉണ്ടോ അത് ബെറ്റർ പബ്ലിക് റിലേഷൻ ആണ്. നമ്മൾ മോളിന് പറഞ്ഞു, എന്ത് നമ്മളിന് പറഞ്ഞേ, കുറച്ച് കംപ്ലൈന്റ്സ് വന്നാൽ പബ്ലിക് റിലേഷൻ നല്ലത്. അവിടെ കുറച്ച്. ഇവിടെ എന്താ പറഞ്ഞേ, കൂടുതൽ വളണ്ടറിസം വന്നാൽ അവിടെ പബ്ലിക് റിലേഷൻ നല്ലത്. കണ്ട, അപ്പൊ അവിടെ കുറവും ഇവിടെ കൂടുതലും, രണ്ടും വ്യത്യാസം എന്താ? അവിടെ വന്നത് കംപ്ലൈന്റ്സ്, ഇവിടെ വളണ്ടറിയസം. ഈ മോർ വളണ്ടറിസം എന്ന് വെച്ചാൽ ആ ഹോസ്പിറ്റലിൽ എന്ത് പ്രവർത്തനം നടത്താലും സഹായിക്കാൻ ഒരുപാട് മനസ്സറിഞ്ഞ് ഒരുപാട് ആളുകൾ വന്നു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിന്റെ ക്വാളിറ്റിയുടെ ഗുണമല്ലേ? ആ ഗുണത്തിന്റെ ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു ബേസ് അനുസരിച്ചാണ് എല്ലാവരും സഹായിക്കാൻ വന്നത്. അതൊരു ചീത്ത ഹോസ്പിറ്റൽ ആണെങ്കിൽ അവിടെ ആരെങ്കിലും സഹായിക്കാൻ വരുമോ? ഇല്ല. അപ്പൊ ആ ഹോസ്പിറ്റൽ നല്ലതായത് കൊണ്ടാണ് അവിടെ അത്രയും വളണ്ടറീസുമാര് വന്നത്. അപ്പൊ അത് പബ്ലിക് റിലേഷൻസ് നല്ലതായിട്ടല്ലേ? അപ്പൊ ഇതിനെ ലീഡ് ചെയ്യുന്ന പബ്ലിക് റിലേഷൻ നല്ലതല്ലേ? അതുകൊണ്ടാണ് മോർ വളണ്ടറിസം ഇൻ എ ഹോസ്പിറ്റൽ വന്നാൽ ബെറ്റർ ദ പബ്ലിക് റിലേഷൻ എന്ന് പറയണത്. അണ്ടർലൈൻ ചെയ്തിടാ, മോളിലത്തെ അണ്ടർലൈൻ ചെയ്തിടാ. ഇതൊക്കെ കണക്ഷൻ വരും. ഇനിയും താഴത്ത് പബ്ലിക് റിലേഷനെ കുറിച്ച് വരും. നമ്മൾ പഠിക്കുന്ന പാഠത്തിന്റെ പേരെന്താ? പബ്ലിക് റിലേഷൻ ഇൻ എ ഹോസ്പിറ്റൽ. പബ്ലിക് റിലേഷൻ എവിടെയൊക്കെ മുൻതൂക്കമുണ്ടോ, എവിടെയൊക്കെ പ്രധാനമുണ്ടോ അതൊക്കെ വെരി ഇമ്പോർട്ടന്റ് ആണ്. ഒക്കെ അണ്ടർലൈൻ ചെയ്തിടാ. നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് സ്റ്റാഫ് ടേൺ ഓവർ. നെക്സ്റ്റ് എന്താ? സ്റ്റാഫ് ടേൺ ഓവർ. എന്താ സ്റ്റാഫ് ടേൺ ഓവർ? Turnover of medical staff, minimal turnover of staff is an indication of good public relations of the organization. മെഡിക്കൽ സ്റ്റാഫിന്റെ വിറ്റുവരവ്, ടേൺ ഓവർ, അവരുടെ ആ ഒരു പ്രോഫിറ്റ്, അവരുടെ ആ വിറ്റുവരവ്, അവരൊരു അസറ്റ്, അതെന്താണെന്നാണ് പറയണേ. എന്താണ്? മിനിമൽ ടേൺ ഓവർ ഓഫ് സ്റ്റാഫ് ഈസ് എൻ ഇൻഡിക്കേഷൻ ഗുഡ് പബ്ലിക് റിലേഷൻ ഇസ് എൻ ഓർഗനൈസേഷൻ. എന്ന് വെച്ചാ ജീവനക്കാരുടെ കുറഞ്ഞ വിറ്റുവരവ് ആ സ്ഥാപനത്തിന്റെ നല്ല പബ്ലിക് റിലേഷന്റെ സൂചനയാണ്. അപ്പൊ ഇവിടെയും പബ്ലിക് റിലേഷൻ ബേസ് ചെയ്ത് വന്നു അല്ലേ? മിനിമം ടേൺ ഓവർ, ആ സ്റ്റാഫിന്റെ, അവിടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫിന്റെ കുറഞ്ഞ വിറ്റുവരവായിരിക്കണം. മിനിമൽ ടേൺ ഓവർ ആയിരിക്കണം. അണ്ടർലൈൻ ചെയ്യാം. മിനിമൽ ടേൺ ഓവർ അണ്ടർലൈൻ ചെയ്തിടാം. ചെയ്യല്ലേ എല്ലാരും? ഓക്കെ. അപ്പൊ എന്താ പറഞ്ഞേ? ആ ഹോസ്പിറ്റലിലെ മിനിമൽ ടേൺ ഓവർ ഓഫ് സ്റ്റാഫ് ഈസ്, അത് സൂചിപ്പിക്കുന്നത്, ഇൻഡിക്കേഷൻ ചെയ്യണത് നല്ല പബ്ലിക് റിലേഷനെയാണ്. നല്ല പബ്ലിക് റിലേഷൻ ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് വിറ്റുവരവായി ഉണ്ടാവുള്ളൂ സ്റ്റാഫിന്. നെക്സ്റ്റ് എന്താ? കൺസിസ്റ്റൻസി ഇൻ അറ്റൻഡൻസ് ബൈ പേഷ്യന്റ്. ഒരു ഹോസ്പിറ്റലില് അറ്റൻഡൻസ്, എത്ര പേഷ്യൻസ് അവിടെ ഡെയിലി വരുന്നുണ്ട്, അവരുടെ അറ്റൻഡൻസ്, അവരുടെ ഹാജർ എത്രയുണ്ട് എന്നറിയാൻ. ഹയർ പേഷ്യന്റ് ടേൺ ഓഫ് വെൻ പേഷ്യൻസ് ആർ റിമൈൻഡഡ് ഓഫ് their appointment as text message, email or over the phone. എന്താ പറഞ്ഞേ? നമ്മൾക്ക് പേഷ്യൻസിനെ എങ്ങനെയാണ് ഹോസ്പിറ്റലിലോട്ട് അറ്റൻഡൻസ് ചെയ്യുന്നത്? പേഷ്യൻസിനെ നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? നമ്മുടെ ഹോസ്പിറ്റലിലെ പേഷ്യൻസിന്റെ എണ്ണം എങ്ങനെ കൂട്ടാൻ പറ്റും? എങ്ങനെ പറ്റും? നമ്മൾ പേഷ്യൻസിന് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ ഇമെയിൽ ആയിട്ടോ അല്ലെങ്കിൽ ഫോൺ വഴിയോ നമ്മളൊരു പേഷ്യൻസിന് ഒരു മെസ്സേജ് വിട്ടാൽ മതി. മെസ്സേജ് വിട്ടിട്ട് അവരോട് നമ്മൾ അവരുടെ അപ്പോയിന്റ്മെന്റ് എടുക്കാം. ഇവിടുന്ന് പോയ പേഷ്യന്റ് 2 ദിവസം കഴിഞ്ഞ് നമ്മൾ അപ്പോയിന്റ്മെന്റ് പറഞ്ഞു കാണും. പക്ഷെ അവര് മറന്നു, അവരത് ഓർത്തിരിക്കാനാ. ചില പേഷ്യൻസ് ഒക്കെ മറന്നു പോകും. അങ്ങനെയുള്ള പേഷ്യൻസിന് ഒന്നല്ലെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് മെസ്സേജ്, അല്ലെങ്കിൽ ഇമെയില്, അല്ലെങ്കിൽ ഓവർ ദ ഫോൺ വഴി അവരെ നമ്മൾ ഇൻഫോം ചെയ്യാം അല്ലേ? നമ്മളെ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് പറയാം, നിങ്ങൾക്ക് 2 ദിവസം കഴിയുമ്പോ ഹോസ്പിറ്റലില് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്, വരണമെന്ന് പറയും അല്ലേ? അപ്പൊ അങ്ങനെ പറയുമ്പോ പേഷ്യൻസിന് ഒരു ഉള്ളിൽ എന്തായിരിക്കും? നമ്മൾ ഓർത്ത് വിളിച്ചില്ല ഇല്ലേ? ആ ഹോസ്പിറ്റലിന്റെ ഡിഗ്നിറ്റി വർദ്ധിക്കും. അങ്ങനെ ചെയ്ത പേഷ്യൻസിന് ഹോസ്പിറ്റലിൽ എന്തുണ്ടാവും? അറ്റൻഡൻസ്, ഒരുപാട് പേഷ്യൻസ് വരാൻ പോക്കും. Better the relation of contact with the patients, more consistent will be the patient's attendance. എന്താ? നമ്മൾ ഈ പേഷ്യൻസ് ആയോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് ആയിട്ടോ എന്തെങ്കിലും ബന്ധമോ സമ്പർക്കമോ ഉണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റ് ലെവലിൽ കീപ്പ് ചെയ്യാം. എന്തിനാ?
അത് നമ്മുടെ രോഗിയുടെ ഈ അറ്റൻഡൻസിന് കൂടുതൽ ഉറപ്പുണ്ടാക്കാൻ, അല്ലെ? ചിലപ്പോ വരാന്ന് പറഞ്ഞ പേഷ്യന്റ് നമ്മൾ ഫോൺ വിളിക്കുമ്പോ നമ്മളോട് പറയും ആ അറ്റൻഡൻസ് ബുക്ക് ചെയ്തിട്ടോ ഞാൻ വരാന്ന് പറയും. അങ്ങനെ വരാന്ന് പറഞ്ഞ പേഷ്യന്റ് ആ കറക്റ്റ് ടൈമില് പറയാണ് ഇനിയിപ്പോ ഇത്രയും നേരമായില്ലേ നമുക്ക് പോണ്ട എന്ന് വിചാരിച്ച് നമ്മൾ മടി പിടിച്ചിരിക്കും, അല്ലെ? അപ്പൊ നമ്മൾ എന്ത് വേണം? അത് ഉറപ്പ് വരുത്താം. പേഷ്യൻസിനെ അപ്പോയിന്റ്മെന്റ് തന്നെ കമ്പൽസറി പോലെ പറഞ്ഞ് അവരെ വിളിച്ച് അത് സ്ഥിരതയോടുകൂടി ഉറപ്പ് വരുത്താം. അതാണ് ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത്. ദ റിലേഷൻ ഓർ കോണ്ടാക്ട് വിത്ത് ദ പേഷ്യൻസ് മോർ കൺസിസ്റ്റൻസി വിൽ ബി ദ പേഷ്യന്റ് അറ്റൻഡൻസ്. ഓക്കെ, അപ്പൊ രോഗിയുമായിട്ടുള്ള ബന്ധമോ സമ്പർക്കമോ ഉണ്ടെങ്കിൽ അത് മികച്ചതാണ്. അത് രോഗിയുടെ അറ്റൻഡൻസിന്റെ കൂടുതൽ സ്ഥിരതയാക്കാൻ പറ്റും. അപ്പൊ ഒന്നുമില്ല, കൺസിസ്റ്റൻസി ഇൻ അറ്റൻഡൻസ് ബൈ പേഷ്യൻസ് എന്ന് പറയുന്നത് ഹയർ പേഷ്യൻസ്, ഉയർന്ന പേഷ്യൻസ്, ഏറ്റവും കൂടുതൽ പേഷ്യൻസിന് മെയിലിൽ കൂടി അല്ലെങ്കിൽ ഫോണിൽ കൂടിയൊക്കെ മെസ്സേജ് വിടാം, അവർ അപ്പോയിന്റ്മെന്റ് എടുക്കാം. അതുപോലെ തന്നെ അവർ തമ്മിൽ കോണ്ടാക്ട്, അവരുടെ ബന്ധുക്കൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അവരായിട്ട് എന്താ നല്ല രീതിയിൽ കോണ്ടാക്ട് ചെയ്യാം. അപ്പൊ അവർ അറ്റൻഡൻസ് ഹോസ്പിറ്റലില് അവർക്ക് എത്ര ബിസിയാണ്, തിരക്കാണ്, ബുദ്ധിമുട്ടാണെങ്കിലും അവർക്ക് രോഗിക്ക് ഹോസ്പിറ്റലായിട്ട് വരാൻ പറ്റും. അതിലൊരു സ്ഥിരത ഉണ്ടായിരിക്കുക, അതിലൊരു സ്ഥിരത ഉണ്ടാക്കി വെക്കണം. ഓക്കെ, എല്ലാവരും ഇല്ലേ എവിടെ? ഇല്ലേ? ഓക്കെ 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 ഓക്കെ. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഒന്ന് വായിച്ചു നോക്കിയേ, എല്ലാവരും കൂടി ഒന്ന് വായിച്ചു നോക്കിയേ. ഇപ്പൊ എടുത്ത പോയിന്റുകളൊന്ന് വായിച്ചു നോക്കിയേ. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയ ബോക്സിലുള്ളത് ഓരോന്ന് വായിച്ചു നോക്കിയ ബോക്സിൽ എന്താണ് ഉള്ളതെന്ന് പറഞ്ഞതാണോ? ഒന്ന് വായിച്ചു നോക്കിയേ. ഇനി ഇവിടെ അങ്ങോട്ട് നമ്മൾ പോയിന്റിലോട്ട് അങ്ങോട്ട് പോകും. ഓക്കെ, വായിച്ചില്ല എല്ലാരും? നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് ഡൊണേഷൻസ്. സംഭാവനകൾ, അല്ലെ? എങ്ങനെയാണ് സംഭാവനകൾ കൊടുക്കണേ നോക്കാം. ഹോസ്പിറ്റലിലൊക്കെ വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ എന്തുണ്ടാവും? ചാരിറ്റി ഉണ്ടാവും, അതുപോലെ സംഭാവനകൾ കൊടുക്കും, അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം. ഹോസ്പിറ്റൽസ് പ്രൈമറി മിഷൻ ഈസ് ടു ആൻഡ് റീഹാബിലിറ്റേറ്റ് ഇൻപേഷ്യന്റ്. എന്താ? രോഗികളെ ചികിത്സിപ്പിക്കാനും കെയർ ചെയ്യാനും, പിന്നെന്താ റീഹാബിലിറ്റേറ്റ് എന്ന് വെച്ചാൽ പുനരധിവസിക്കാനും, എല്ലാ പേഷ്യൻസിനും പുനരധിവസിപ്പിക്കാനും എന്താ ഹോസ്പിറ്റലിന്റെ പ്രധാനപ്പെട്ട ദൗത്യമാണ്. ഈ പേഷ്യൻസ് എന്ന് വെച്ചാൽ രോഗികള്. ഈ പേഷ്യന്റ് ആരാ? രോഗികള്. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഒരു പ്രൈമറി മിഷൻ ആണ്. എന്താണ് പ്രൈമറി മിഷൻ? ഒരു പ്രാഥമിക ദൗത്യം. ഹോസ്പിറ്റലിന്റെ ഒരു പ്രാഥമിക ദൗത്യം എന്ന് പറയുന്നത് ഈസ് ടു ട്രീറ്റ് ആൻഡ് റീഹാബിലിറ്റേറ്റ്. എന്താ? ഈസ് ടു ട്രീറ്റ് ആൻഡ് റീഹാബിലിറ്റേറ്റ് പേഷ്യന്റ്. രോഗികളെ പരിചരിക്കുക അല്ലെങ്കിൽ ചികിത്സിപ്പിക്കുക, അതോടൊപ്പം തന്നെ അവർക്ക് പുനരധിവസിപ്പിക്കാനും ചെയ്യുക എന്നതാണ് ഹോസ്പിറ്റലിന്റെ പ്രൈമറി മിഷൻ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിടാ. എന്താണ് ഹോസ്പിറ്റലിന്റെ പ്രൈമറി മിഷൻ? അണ്ടർലൈൻ ചെയ്തിടാ. ഹോസ്പിറ്റലിന്റെ പ്രൈമറി മിഷൻ അണ്ടർലൈൻ ചെയ്തിടാ. ഓക്കെ, നെക്സ്റ്റ് എന്താ പറഞ്ഞേ? Sometimes both the hospital and patients might fail to meet up with the charge needed for this. എന്താ? ചിലപ്പോൾ ഹോസ്പിറ്റലില് രോഗിയും ഇതിനാവശ്യമുള്ള നിരക്കുകൾ നിറവേറ്റുന്നത് എന്ന് വെച്ചാൽ എന്താ? ചില പേഷ്യൻസിന് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ബില്ലടക്കാനൊക്കെ ബുദ്ധിമുട്ട് വരും, ഇല്ലേ?
എല്ലാവർക്കും ഒരേ ഹോസ്പിറ്റൽ, ഇപ്പൊ വലിയ വലിയ ഹോസ്പിറ്റലാണ്, വലിയ ഓപ്പറേഷൻ ഒക്കെയാണ്, ഒരു MRI ചെയ്യണമെങ്കിൽ തന്നെ വേണം 5,000, 7,000 രൂപയോളം അല്ലെ. ഈ 7,000 രൂപ എല്ലാവരെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. സാധാരണക്കാരനാണെങ്കിൽ അവർക്ക് എന്തായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് സംടൈംസ് ബോത്ത് ദ ഹോസ്പിറ്റൽ പേഷ്യന്റ് മസ്റ്റ് ടു വെൽഫെയർ, അങ്ങനെയുള്ള സമയത്ത് ടു മീറ്റ് അപ്പ് ദ ചാർജസ് നീഡഡ് ഫോർ കേസ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആവശ്യമുള്ള നിരക്കുകൾ നിറവേറ്റുന്നതിൽ അപ്പൊ അവർക്ക് പരാജയപ്പെട്ടു, അവർക്ക് പറ്റാത്ത അവസ്ഥയിൽ നമുക്ക് ഉപയോഗിക്കാം ഡൊണേഷൻ ഇല്ലേ. അപ്പൊ സംടൈംസ് ബോത്ത് ഹോസ്പിറ്റൽ ആൻഡ് പേഷ്യൻസിന്, ഹോസ്പിറ്റലിലും രോഗിക്കും ആവശ്യമായ അവിടുത്തെ ബില്ലുകൾ അടക്കാൻ പറ്റാത്ത സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു സമയത്താണ് ഈ ഡൊണേഷന്റെ ആവശ്യം വരുന്നത്, സംഭാവനകള് അപ്പോഴാണ് വരുന്നത്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, ഡൊണേഷൻ ആൻഡ് ചാരിറ്റബിൾ കോൺട്രിബ്യൂട്ടേഴ്സ് ഫ്രം ദ പബ്ലിക് കം ഇൻ ഹാൻഡി ഇൻ സച്ച് വൈറ്റൽ സിറ്റുവേഷൻസ്. എന്താ പ്രധാനപ്പെട്ട സാഹചര്യത്തില് കോൺട്രിബ്യൂഷൻസ്, എന്താ പ്രധാനപ്പെട്ട സാഹചര്യത്തില് പബ്ലിക്കിന്, പൊതുജനങ്ങളിൽ നിന്നുള്ള ആ ഒരു സംഭാവനയും പിന്നെ ചാരിറ്റിന്റെ സംഭാവനയും ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടും ഇല്ലേ. ഇപ്പൊ നമ്മൾ മുകളിൽ പറഞ്ഞു, സെക്കൻഡ് പോയിന്റ് എന്താ പറഞ്ഞേ, എല്ലാ പേഷ്യൻസിനും ഹോസ്പിറ്റൽ ബില്ലടക്കാനൊക്കെ പറ്റില്ല. ആ സമയത്താണ് ഈ ഡൊണേഷന്റെയും ചാരിറ്റബിളിന്റെ ഒക്കെ ആവശ്യം വരുന്നത്. അപ്പൊ ഡൊണേഷൻ, ചാരിറ്റബിൾ കോൺട്രിബ്യൂഷൻ ഇതൊക്കെ സ്വരൂപിച്ചിട്ട് പബ്ലിക്കിന് എന്താ പൊതുജനങ്ങളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ഈ സംഭാവനയും ചാരിറ്റി സംഭാവനയൊക്കെ നമ്മൾ വാങ്ങുന്നത് പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാകും അല്ലെ. ആ ഒരു സച്ച് വൈറ്റൽ സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷൻ സമയത്ത് അതൊരു പ്രധാനപ്പെട്ട ഉപകാരപ്പെടും. അതാണ് ഡൊണേഷനിൽ. അപ്പൊ 3 പോയിന്റാ പറഞ്ഞിട്ടുള്ളൂ. ഡൊണേഷനിലും ഹോസ്പിറ്റലിന്റെ പ്രൈമറി മിഷൻ എന്ന് പറഞ്ഞത് ട്രീറ്റ് ആൻഡ് റീഹാബിലിറ്റേറ്റ് ദി പേഷ്യന്റ്. പിന്നെ ഹോസ്പിറ്റലിൽ പേഷ്യൻസും അങ്ങനെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടാവും, അവർക്ക് കറക്റ്റ് സമയത്ത് നമുക്ക് ചാർജ് അടയ്ക്കാൻ പറ്റില്ല, ചാർജസ് നീഡഡ് ഫോർ ദിസ് അടയ്ക്കാൻ പറ്റാത്ത സമയത്ത് ഡൊണേഷൻ ആയിട്ടും അല്ലെങ്കിൽ ചാരിറ്റബിളിന്റെ കോൺട്രിബ്യൂഷൻ ആയിട്ടും ജനങ്ങൾക്ക് ഒരു ഹാൻഡി സച്ച് വൈറ്റൽ സിറ്റുവേഷൻ, ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് പൊതുജനങ്ങളിൽ നിന്നുള്ള സംഭാവനകളും ചാരിറ്റബിൾ സംഭാവനകളും ഉപയോഗപ്പെടാറുണ്ട്. ഓക്കെ, അതാണ് ഡൊണേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ വേറെ ഇമ്പോർട്ടന്റ് ഒന്നുമില്ല, ഹോസ്പിറ്റൽ പ്രൈമറി മിഷൻ മാത്രമേ ഇമ്പോർട്ടന്റ് ഉള്ളൂ, ബാക്കിയൊക്കെ ഒന്ന് വായിച്ചിരിക്കുക. ഓക്കെ ആണോ എല്ലാവരും? ഇല്ലേ ഇവിടെ? ഓക്കെ, ജംഷീര മാത്രമേ ജിൻഷ, വേറെ ആരും ഒരു മെസ്സേജ് ഒരു റിപ്ലൈ ഒന്നുമില്ല, ചിലവര് കാണും കൂടി ഇല്ല. ഓണാക്കി വെച്ചുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങിയിരുന്നോ? അവിടെ ഓണാക്കി വെച്ചുകൊണ്ട് സുഖമായിട്ട് ഉറങ്ങിയാണോ? അഫ്ന ഓക്കെ, ഉറങ്ങിയാണെന്നാണോ? ഓക്കെ അല്ല മാം, ഓക്കെ ഉറക്കം വരും, സ്വാഭാവികമാണ്. നമ്മൾ ഉച്ച സമയമാണ്. അപ്പൊ നമുക്ക് ഉച്ച സമയം നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പോ, നല്ല ഫാനിന്റെ അടിയിലൊക്കെ ഇരിക്കുമ്പോ നമുക്ക് എന്ത് വരും, ഉറങ്ങാനുള്ള ഒരു ടെൻഡൻസി വരും അല്ലെ. അപ്പൊ എല്ലാവർക്കും ഇങ്ങനെ ഉറങ്ങാനുള്ള ആ ഒരു ടെൻഡൻസി വരുമ്പോൾ മൊബൈൽ അവിടെ ചാരി വെച്ച് കേട്ടിരിക്കാന്ന് പറഞ്ഞിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഡൊണേഷൻസ് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് ഇൻപേഷ്യൻസ് ലീവിങ് അഗേൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, ലാമ. അതിന്റെ ഫുൾ ഫോം നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചതാണ്. ലാമ എന്താ? ലാമ ലീവ് അഗേൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. മെഡിക്കൽ അഡ്വൈസിന് എതിരെയുള്ള ഒരു പോക്ക്, പേഷ്യൻസിനെ കൊണ്ടുപോകും. ഹോസ്പിറ്റലിൽ ഇപ്പൊ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവും പേഷ്യൻസിന് എന്ത് ചെയ്യും, പേഷ്യൻസിനെ ഒരു വീക്ക് കൂടിയും കിടത്താൻ. പക്ഷെ നമ്മള് പേഷ്യൻസിനെ കിടത്തണ്ട, പേഷ്യൻസിനെ നമ്മൾക്ക് കൊണ്ടുപോകണം. നമുക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ്, ഹോസ്പിറ്റലിൽ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ ക്യാഷിന്റെ പ്രോബ്ലം, ഇനി ഇവിടെ കിടത്തിയ രക്ഷയില്ല, അങ്ങനെയൊക്കെ തോന്നുമ്പോൾ നമ്മൾ പേഷ്യൻസിനെ കൊണ്ട് സ്വന്തം റിക്വസ്റ്റ് എഴുതി പേഷ്യൻസിനെ കൊണ്ട് നമ്മൾ വീട്ടിൽ പോകും ഇല്ലേ. അപ്പൊ ലാമ എന്ന് പറയുന്നത് ലീവിങ് അഗേൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. ഓക്കെ, ഇനി ഒരാളൊന്ന് വായിച്ചേ, ആരെങ്കിലും ഓർമ്മ ഇല്ല എന്ന് പറഞ്ഞാല് ഒരാളൊന്ന് വായിച്ചേ. ആരാ വായിക്കാം? ജംഷീന. ഓക്കെ, ജംഷീന ഒന്ന് വായിച്ചേ, ലാമയുടെ ബോക്സ് ഒന്ന് വായിച്ചേ. ഇത്രയും നേരം ഞാൻ വായിച്ച് ഞാൻ പറഞ്ഞ് അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, എന്റെ തൊണ്ട പൊട്ടാനായി. അപ്പൊ നിങ്ങൾ വായിക്കും.
ഞാൻ കേൾക്കാം. When an inpatient expresses the desire to leave against the advice of the physician, AMA procedure is explained and the patient or responsible party signs the AMA form, thus accepting responsibility for their decision, and it becomes a part of the medical records. More LAMA patients versus is the hospital's public relations. ഓക്കെ, അപ്പൊ എന്താ ഇതില് പറഞ്ഞേ? ഇതില് പറഞ്ഞത് ലാമ ഫോമിന്റെ ഒരു കൺസെന്റ് എന്താണെന്ന് അല്ലെ? എന്താ? when a patient expresses the desire to leave against the advice of the physician. പേഷ്യന്റിനെ നോക്കണം, ആ ഫിസിഷ്യന്റെ അഡ്വൈസിന് എതിരായി, പേഷ്യന്റിനെ ആ ഒരു അഡ്വൈസ്, അവർക്കുള്ള ഒരു ഉപദേശത്തിന് എതിരായിട്ട് ഹോസ്പിറ്റലിൽ നിന്നും ലീവ് ചെയ്യുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ പറയുന്നത് when a patient expresses the desire leave ആ ഹോസ്പിറ്റലിൽ നിന്ന്. ഒരു രോഗി ഡോക്ടറുടെ ഉപദേശത്തിന് വിരുദ്ധമായിട്ട് വിട്ടുപോകാനുള്ള ആഗ്രഹം, അതാണ് ലാമ എന്ന് പറയുന്നത്. ലാമയുടെ ബാക്കി AMA procedure is explained. AMA എന്ന് വെച്ചാൽ against medical advice. Against medical advice. അത് എക്സ്പ്ലെയിൻ ചെയ്യണത് the patient is responsible party sign the AMA form. എന്താ അവിടെ പറഞ്ഞേ? ഉത്തരവാദിത്തപ്പെട്ട ഒരു കക്ഷി, ഉത്തരവാദിത്തപ്പെട്ട റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു കക്ഷിയോ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവോ അല്ലെങ്കിൽ പേഷ്യന്റോ ആ ഫോമിൽ ഒപ്പിടുകയോ അങ്ങനെ അവരുടെ എന്താ AMA പ്രൊസീജിയർ റെഡിയാവും. AMA പ്രൊസീജിയർ എന്ന് വെച്ചാൽ എന്താ? എക്സ്പ്ലെയിൻ ദ പേഷ്യന്റിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ റെസ്പോൺസിബിൾ പാർട്ടി, അതിന് ഉത്തരവാദിത്ത പാർട്ടി എന്ത് ചെയ്യണം? എക്സ്പ്ലെയിൻ ചെയ്യണം. സയൻസ് AMA ഫോം, AMA ഫോമില് എങ്ങനെയാണ് സൈൻ ചെയ്യണേ എന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കണം. Thus accepting responsibility for their decision and it becomes a part of the medical records. എന്താ പറഞ്ഞേ? നമ്മൾ ഇങ്ങനെയൊക്കെ അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ, അവരുടെ ഡിസിഷനില്, തീരുമാനമെടുത്തതിന്റെ ഉത്തരവാദിത്തം സ്വീകരിക്കുകയും അത് മെഡിക്കൽ രേഖകളിലെ ഒരു ഭാഗമായിട്ട് മാറുകയും ചെയ്യും. AMA ഫോം എന്താ? എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്. അതെങ്ങനെയാണ്? അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. പേഷ്യൻസിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് അറിയണം. ഇതറിഞ്ഞതിന് ശേഷം ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഡിസിഷൻ, നമ്മൾ എടുത്ത ഒരു തീരുമാനം, ഇറ്റ് ബിക്കംസ് എ പാർട്ട് ഓഫ് മെഡിക്കൽ റെക്കോർഡ്സ്. അത് പിന്നീട് മെഡിക്കൽ റെക്കോർഡിന്റെ ഭാഗമായി മാറും. ഓക്കെ, ലാസ്റ്റ് പോയിന്റ്, മോർ ലാമ പേഷ്യൻസ് മോർസ് ഓഫ് ദ ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻ. എന്താ? കൂടുതൽ ലാമ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ അത് പബ്ലിക് റിലേഷൻസിന് മോശമാണ്, മോശമാണ്. അണ്ടർലൈൻ ചെയ്യാ, പബ്ലിക് റിലേഷനെ ബേസ് ചെയ്താണ് അണ്ടർലൈൻ ചെയ്യാ. എന്താ പറഞ്ഞേ? കൂടുതൽ ലാമ പേഷ്യൻസ് ആ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാ അവിടെ വരുന്ന പേഷ്യൻസ് ഒക്കെ പറയാണ് 2 ദിവസം നിൽക്കും, 3ന്റെ അന്ന് എന്ത് പറയും? ഡോക്ടറെ, എനിക്ക് ഈ ഹോസ്പിറ്റലിൽ വേണ്ട, എനിക്ക് വേറെ ഹോസ്പിറ്റലിൽ പോണം, എനിക്ക് ഡിസ്ചാർജ് എഴുതി തരണം. അപ്പൊ ഡോക്ടർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും പേഷ്യൻസിന് നിൽക്കാൻ ഇഷ്ടമില്ല, അല്ലെ? അപ്പൊ ആ ഹോസ്പിറ്റലിൽ വന്ന പേഷ്യൻസ് ഒക്കെ ഇങ്ങനെ ഇഷ്ടമില്ലാണ്ട് പോയാല് ആ ഹോസ്പിറ്റലിന്റെ ഡിഗ്നിറ്റിയെ ബാധിക്കും, ഇല്ലേ? അങ്ങനെയുള്ള ഹോസ്പിറ്റല് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കും, ആ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു കുറവുണ്ടാവും, ഇല്ലേ? എന്തെങ്കിലും ഒരു മോശം ഉണ്ടാവും. അതുകൊണ്ടാണ് എല്ലാ പേഷ്യൻസും ഈ ഹോസ്പിറ്റലിൽ നിന്ന് പോണത്. മോർ ലാമ പേഷ്യൻസ് വോൾസർ ഈസ് ദ ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻ. ഒരുപാട് പേഷ്യൻസ് ഇതുപോലെ കൺസെന്റ് എഴുതി, ലാമ ഫോം എഴുതി വീട്ടിലോട്ട് ഡിസ്ചാർജ് ചെയ്ത് പോയാൽ ആ പബ്ലിക് റിലേഷൻസിലാണ് അതിന്റെ മോശം വരുന്നത്, അല്ലെ? പബ്ലിക് റിലേഷനിലെ മോശം തന്നെ. അപ്പൊ അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഇവിടെ പബ്ലിക് റിലേഷൻ എന്ത് പറഞ്ഞു? കംപ്ലൈൻസ്, കുറഞ്ഞ കംപ്ലൈൻസ് ആണെങ്കിൽ പബ്ലിക് റിലേഷൻ ഈസ് എ ബെറ്റർ, അല്ലെ? പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞേ കംപ്ലൈൻസിന്റെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് മോർ വളണ്ടിയർ, ഒരുപാട് വളണ്ടറി ഉണ്ടെങ്കിൽ പബ്ലിക് റിലേഷൻ ഈസ് എ ബെറ്റർ, അല്ലെ? പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ? പിന്നെ നമ്മൾ അറ്റൻഡൻസിന്റെ പറഞ്ഞു, ഇല്ലേ? പിന്നെ നമ്മള് ടേൺ ഓവർ, മിനിമൽ ടേൺ ഓവർ, കുറച്ച് ടേൺ ഓവർ ആണെങ്കിൽ ആ പബ്ലിക് റിലേഷൻ സൂചിപ്പിക്കുന്നത് എന്താ? അവിടുത്തെ പബ്ലിക് റിലേഷൻ. അത് കഴിഞ്ഞു. പിന്നെ 4ാമത്തെ പോയിന്റിലാണ് വരുന്നത്. എന്താ പറഞ്ഞേ?
ലാമ പേഷ്യന്റ് ആ ഹോസ്പിറ്റലിൽ നിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം റിക്വസ്റ്റ് എഴുതി കൺസെന്റ് എഴുതി ഫോമിൽ ഒപ്പിട്ട് അവരുടെ ഇഷ്ടപ്രകാരം ആ പേഷ്യന്റ് പോവുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ചീത്തപ്പേരിനെ ബാധിക്കും. വാട്ട്സ് ഓൺ ദ ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻ. ഓക്കെ, അത്രയും ഓക്കെയാണോ? അത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? അത്രയും കാര്യങ്ങൾ ആ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ, ഒന്ന് വായിച്ചു നോക്കിയേ. അസ്നാറും ഷാദ് ഓക്കെ. നമ്മുടെ രാവിലെ എടുത്തതോളം എത്തും. ഇപ്പൊ നമുക്ക് അരമണിക്കൂറും കൂടി ഉണ്ട്. അപ്പൊ രാവിലെ എടുത്തതിന്റെ കൂടുതൽ നമുക്ക് എടുക്കാൻ പറ്റില്ല. അപ്പൊ അത് അവിടം വരെ എത്തുന്നത് നിങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ അവിടെ നിന്ന് വായിച്ചൊക്കെ വരുമ്പത്തിനും നമ്മുടെ ആ ടോപ്പിക്ക് കറക്റ്റ് ആവും. ഇനി കുറച്ചുള്ളൂ, ഇനി ഒരു 10 മിനിറ്റ് കൂടി പറയാനുള്ളതുള്ളൂ. പക്ഷെ ടൈം രാവിലെ ബാച്ചിന് നമ്മൾ എവിടം വരെ എടുത്തോ അത് തന്നെ വേണം നമ്മൾ ഉച്ചക്കലത്തെ ബാച്ചിന് എടുക്കാനായിട്ട്. അപ്പൊ രാവിലെ ഞാൻ എടുത്തേർന്നത് നമ്മുടെ ക്വാളിറ്റി ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ഫുള്ള് പോയിട്ട് പറഞ്ഞു കഴിഞ്ഞു. അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും അത്രയും തന്നെ എടുത്തു നിർത്തണം, അല്ലെങ്കിൽ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അല്ലെ. ഇപ്പൊ അവിടെ ക്വസ്റ്റ്യൻ ഇടുമ്പോ ഞങ്ങൾ ചെന്ന് പറയുമ്പോ അതും ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് എന്താ? ലെറ്റർ ടു ദ എഡിറ്റേഴ്സ് ഇൻ ലോക്കൽ ന്യൂസ് പേപ്പർ. പ്രാദേശിക പത്രത്തിലെ എഡിറ്റർമാർക്കുള്ള കത്ത് എന്ന് വെച്ചാല് എഡിറ്റർമാർക്ക് എല്ലാ ഹോസ്പിറ്റലിലും ഏതെങ്കിലും ന്യൂസ് പേപ്പറിൽ എഡിറ്റർമാരുണ്ടാവും ഇല്ലേ. ഇപ്പൊ 24 ഒക്കെ ചാനലാവുമ്പോൾ അവർ മിക്ക ഹോസ്പിറ്റലിൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയ കാര്യങ്ങളൊക്കെ വിപുലീകരിച്ച് അവർ പറയും. നമ്മൾ കണ്ടിട്ടില്ലേ 24 എല്ലാ കാര്യവും പറയും. ഒരു വീട്ടമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, വീട്ടമ്മ ഇന്നാള് പറയുന്നുണ്ടായിരുന്നു 10 വയസ്സ് കുട്ടികളെ സ്കൂളിൽ വിട്ടുപോയ വീട്ടമ്മയുടെ കഥ ഒക്കെ പറഞ്ഞു. എന്ത് ചെറിയ ന്യൂസ് കിട്ടിയാലും മീഡിയക്കാർ വരും. അത് ഹോസ്പിറ്റലിലാണെങ്കിലും പ്രത്യേകിച്ച് അല്ലെ. ഹോസ്പിറ്റലുകാര് പരസ്പരം അങ്ങനെയെങ്കിലും ബിസിനസ്സില് ഫൈറ്റ് ചെയ്യരുത്. ഇന്ന ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു. അപ്പൊ ഈ സമയത്ത് ഇവര് ഇങ്ങനെ ചെയ്താൽ അതും മോശമാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ? പ്രാദേശിക പത്രത്തിലെ എഡിറ്റർമാർക്കുള്ള കത്ത്. അതാണ് ഇനി നമ്മൾ പറയേണ്ടത്. എന്താണ്? ലെറ്റർ ടു ദ എഡിറ്റേഴ്സ് ഇൻ ലോക്കൽ ന്യൂസ് പേപ്പർ. ലെറ്റർ എവിടക്ക പോണേ? ലോക്കൽ ന്യൂസ് പേപ്പർ. എവിടക്ക? ലോക്കൽ ന്യൂസ് പേപ്പർ. നമ്മുടെ ഏരിയയിലൊക്കെ ന്യൂസ് പേപ്പറിലെ എല്ലാ പത്രക്കാർക്കും ലോക്കൽ ന്യൂസ് പേപ്പർ. പിന്നെന്താ? All newspapers have a page where letters from the readers are published. എന്താ പറഞ്ഞേ? എല്ലാ പത്രക്കാർക്കും വായനക്കാരുടെ കത്തുകൾ പ്രസിദ്ധീകരിക്കാനുള്ള ഒരു പേജ് ഉണ്ട്. ഓക്കെ, അപ്പൊ എല്ലാ പത്രക്കാർക്കും ഹോസ്പിറ്റലിൽ പബ്ലിക് റിലേഷൻ ആയാലും ഹോസ്പിറ്റലിന്റെ എന്ത് കാര്യമാണെങ്കിലും അതൊക്കെ ഇത് ചെയ്യാനായിട്ട് എല്ലാ ന്യൂസ് പേപ്പറിലും ഒരു പേജ് ഉണ്ട്. പേജ്. All newspapers have a page. ഒരു പേജ് ഉണ്ട്. Where letters from the readers are published. അതിനെ കുറിച്ച് പബ്ലിഷ് ചെയ്യാനുള്ള ഒരു പേജ് എല്ലാ പത്രത്തിലും ഉണ്ട്. നെക്സ്റ്റ് എന്താ? If there is something in the news that you want is respond or to or let public know of some medical situation like a rising epidemic, you can write a letter to the editor and make it published. എന്താ നമ്മൾ പറഞ്ഞു? എപ്പിഡമിക്, ഇങ്ങനെ പകർച്ചവ്യാധി, പകരുന്ന രോഗങ്ങൾ. ഈ പകരുന്ന രോഗങ്ങൾ പോലെയുള്ള ചില മെഡിക്കൽ സാഹചര്യത്തെ കുറിച്ച് പ്രതികരിക്കാനോ പൊതുജനങ്ങളെ അറിയിക്കാനോ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മീഡിയയിൽ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ ചെന്ന് പറയാം അല്ലെ. നമുക്ക് ചെന്ന് പറയാം, ഇന്ന ഹോസ്പിറ്റലില് ഒരു ഇതുണ്ട്, മെയിൻ ഡോക്ടറാണ്, അത് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് നമുക്ക് ഇത് പബ്ലിസിറ്റി കിട്ടും ഇല്ലേ. അപ്പൊ ഇത് നമ്മൾ
ചെന്നുകൊണ്ട് ന്യൂസ് പേപ്പറില് അവിടെ ചെന്ന് പറയും എഡിറ്റോറിയൽ സെക്ഷൻ ഉണ്ടാവും അല്ലേ? പത്രത്തിലൊക്കെ പത്രക്കാർക്കും ഒരു എഡിറ്റോറിയൽ സെക്ഷൻ ഉണ്ടായി. അവിടെ ചെന്ന് അവർക്ക് ഇത് പറയാം. അതാണ് പറഞ്ഞേ എന്താ സംതിങ് ന്യൂസ്, എന്തെങ്കിലും ന്യൂസ് കിട്ടിയ സംതിങ് ന്യൂസ് അല്ലെ? എന്തെങ്കിലും ന്യൂസ് കിട്ടിയ that you want is respond, that you want is respond. നമുക്ക് റെസ്പോണ്ട് ചെയ്യാം. let the publicനോട് now of some respond, let time public now of some medical situation like a rising epidemic, you can write a letter to the editor and make publish it. എന്തെങ്കിലും പകർച്ചവ്യാധികൾ പോലെയുള്ള എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ വരാനുള്ള സാഹചര്യത്തെ കുറിച്ച് വാർത്താക്കുറിപ്പിൽ നമുക്ക് ഒരു എഡിറ്റർക്ക് കത്തെഴുതി പോസ്റ്റ് ചെയ്യാം, പ്രസിദ്ധീകരിക്കാം. അതാണ്. അതിനൊന്നും വലിയ ഇമ്പോർട്ടന്റ് ഇല്ല. നമ്മള് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പഠിച്ചു. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ പറയണ എല്ലാത്തിലും കവർ ചെയ്ത് വരുന്നു. എന്തുകൊണ്ടാ നമുക്കത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ എല്ലാ പോയിന്റും, ഒരു പോയിന്റും മിസ്സാക്കരുത്. നമുക്ക് എല്ലാ പോയിന്റും വേണം അല്ലെ? അപ്പൊ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എല്ലാ പോയിന്റും വേണം. അതുകൊണ്ട് എല്ലാ ഏരിയയും കവർ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. നമ്മൾ എവിടെ പോയാലും എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, അവിടെ പബ്ലിക് റിലേഷൻ എന്താണ് ഡ്യൂട്ടി, ഫയലുള്ളവർ എന്താ ചെയ്യണേ, അങ്ങനെയുള്ള കാര്യങ്ങള് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇതൊക്കെ വെറുതെ വായിച്ചു നോക്കിയാൽ മതി. ഇതിന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല. എന്തെങ്കിലും വന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അത് മനസ്സിലായില്ലേ? ടോം താലച്ചിറ. ഓക്കെ, നെക്സ്റ്റ് ക്വാളിറ്റി ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസർ. നമ്മൾ പഠിക്കുന്നത് എന്താ? പബ്ലിക് റിലേഷൻ ഓഫീസർ. ഈ പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, ആംബിൾ കോമൺ സെൻസ്. കോമൺ സെൻസ് എന്താ? ഒരു വിശാലമായ ഉണ്ടായിരിക്കണം, കോമൺ സെൻസ് ഉണ്ടായിരിക്കണം, ബുദ്ധി ഉണ്ടായിരിക്കണം അല്ലെ? സമാനമായ ബുദ്ധി എന്ന് പറയുന്നത് വിശാലമായ ഒരു ബുദ്ധി ഉണ്ടായിരിക്കണം. ബുദ്ധി ഇല്ലാത്തവർക്ക് പബ്ലിക് റിലേഷൻ ഓഫീസർ ആയിരിക്കാൻ പറ്റോ? ഇല്ല. അതാണ് പറഞ്ഞേ, ഒരു പബ്ലിക് റിലേഷൻ ഓഫീസർക്ക് ആംബിൾ കോമൺ സെൻസ്, ഒരു കോമൺ സെൻസ് ഉണ്ടായിരിക്കണം. ഈ പോയിന്റ്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. വെരി 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 ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റ്സ് എല്ലാരും. ഞാൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് നോക്കിയതില് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു. ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ചിലപ്പോ 2 എണ്ണം 3 എണ്ണൊക്കെ ആയിട്ട് ചോദിക്കും നിന്റെ എക്സാമിന്. പിക്ക് ഔട്ട് ആകും പറഞ്ഞ് ചോദിക്കും, അല്ലെങ്കിൽ ഓൾ ഓഫ് ദീസ് ചോദിക്കും. ഇതൊക്കെ തന്നിട്ട് ഓപ്ഷൻസ് എയും ബിയും തന്നൊക്കെ ചോദിക്കും. പലതരത്തിലും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ്, വായിച്ചു നോക്കാം. ഒന്നാമത്തെ ആംബിൾ കോമൺ സെൻസ്. രണ്ടാമത്തെ ഫസ്റ്റ് ക്ലാസ് പിന്നെന്താ? ഓർഗനൈസിങ് കപ്പാസിറ്റി. ഒന്നാം തരം ഒരു ഓർഗനൈസ് എല്ലാം സംഘടിപ്പിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഓർഗനൈസിങ് കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് ഓർഗനൈസിങ് കപ്പാസിറ്റി. മൂന്നാമത്തെ പോയിന്റ് എന്താ? ഗുഡ് ജഡ്ജ്മെന്റ് ആൻഡ് ഒബ്ജക്ടിവിറ്റി. മൂന്നാമത്തെ പോയിന്റ് എന്താ? ഗുഡ് ജഡ്ജ്മെന്റ്. നല്ല ജഡ്ജ്മെന്റ് ആയിരിക്കണം. നല്ല വിധികർത്താവും നല്ല വസ്തുനിഷ്ഠരായിരിക്കണം. ജഡ്ജ്മെന്റ്, നമ്മളൊരു കാര്യത്തെ കുറിച്ച് മുൻകൂട്ടി ജഡ്ജ്മെന്റ് ചെയ്യാതെ ആ സ്പോട്ടിൽ തന്നെ കറണ്ട് ആയിട്ട് എന്താ അതിനുള്ളൊരു കഴിവുണ്ടായിരിക്കണം, എബിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെന്താ? ജഡ്ജ്മെന്റ് ആൻഡ് ഒബ്ജക്റ്റീവ് കഴിഞ്ഞ എബിലിറ്റി ടു ഇമാജിൻ ആൻഡ് അപ്രീഷിയേറ്റ്. എന്താ? നമ്മൾ എന്തൊരു കാര്യം മുൻകൂട്ടി സങ്കല്പിക്കാൻ കഴിയണം, നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയണം. നമ്മള് ഇന്നിപ്പോ ഞാൻ ഇവിടെ നിന്ന് നടന്നു പോവുകയാണ്. ഇന്ന സ്ഥലം വരെ നടക്കുകയാണെങ്കിൽ എന്റെ മനസ്സിൽ എന്തുണ്ടായിരിക്കണം? ഞാൻ നടന്ന് ഇത്രയും മണിക്കൂറിനുള്ളിൽ അവിടെ എത്തും. നമ്മുടെ മനസ്സിൽ ഒരു ഇമാജിൻ ഉണ്ട് ഇല്ലേ? ഒരു ഇമാജിൻ ഉണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ ഇമാജിൻ ചെയ്യാൻ വേണം. അതുപോലെ തന്നെ അപ്രീസിയേറ്റ്, പ്രശംസിക്കണം. നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ, നമ്മുടെ ഒരു ശത്രുവാണ് ഒരു കാര്യം നേടിയെങ്കിലും നമ്മൾ ആ ശത്രുവിനൊക്കെ പോയി അപ്രീസിയേറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾക്കാണ് ഇന്ന സാധനം കിട്ടിയെങ്കിൽ അയാളോട് പോയി നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാം അല്ലെ? അപ്പൊ അതാണ് പറഞ്ഞത്. എന്താണ് ക്വാളിറ്റീസ് ഓഫ് അതിന്റെ കാര്യത്തിൽ? എബിലിറ്റി ഇമേജിൻ അപ്രീസിയേറ്റ്. നെക്സ്റ്റ് എന്താ? അൺലിമിറ്റഡ് കപ്പാസിറ്റി ഓഫ് ടോക്കിംഗ് പെയിൻ. എന്താ? വേദന എടുക്കുന്നില്ല എന്നുള്ളത് പരിധിയില്ല. എന്ന് വെച്ചാൽ എന്താ? റീഡിങ്നെസ് ടു വർക്ക് ലോങ്. നമ്മൾ എന്താ പറഞ്ഞേ? അൺലിമിറ്റഡ് കപ്പാസിറ്റി ഫോർ ടോക്കിംഗ് പെയിൻ. എന്തെങ്കിലും ചോദിച്ചാൽ അവർക്ക് നല്ല പെയിൻ ആയിരിക്കും അല്ലെ? നമ്മൾ അറിയിക്കണില്ല. ടോക്കിംഗ് ഇവിടെ നിന്നാ കൊടുത്തേക്കണേ? ടേക്കിംഗ് പെയിൻ എന്ന് വെച്ചാൽ എന്താ?
വേദന എടുക്കാം. PDF എന്താണ് എനിക്ക് മനസ്സിലായില്ല. PDF എന്താ? PDF TALK ആണോ? അതല്ല മാം ടോക്കിംഗ് എന്ന് പറഞ്ഞപ്പോഴേ ഇതില് ടേക്കിംഗ് കൊടുത്തേക്കണ അതാ ഞാൻ ചോദിച്ചു മാമിന്റെ ഞാൻ ടോക്കിംഗ് ഞാൻ എന്താ പറഞ്ഞേ? ടേക്കിംഗ് അല്ലേ പറഞ്ഞത്? അല്ല ടോക്കിംഗ് പെയിൻ എന്നാ പറഞ്ഞത്. ഓക്കെ സോറി. ഓക്കെ ഓക്കെ, അപ്പൊ അൺലിമിറ്റഡ് കപ്പാസിറ്റി ഓഫ് ടേക്കിംഗ് പെയിൻ. നമുക്ക് വേദന എടുക്കാം. വേദന എടുക്കാന്ന് വെച്ചാൽ എന്താ? നമ്മള് വേദന നമ്മൾക്ക് എന്തോരം വേദന ഇങ്ങനെ പരിധിക്ക് അപ്പുറത്ത് ഒരു വേദനകൾ ലിമിറ്റഡ്, അതിനൊരു ഒരുപാട് വേദന സഹിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഇതിനൊരു ഇതുണ്ടായിരിക്കണം. നല്ല എന്ത് സഹിക്കാനുള്ള ഇത് നമ്മൾ ഒരുപാട് ഇപ്പൊ പബ്ലിക് റിലേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരും അല്ലെ? ഒരുപാട് ജോലി ഉണ്ടാവും, അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ്, അവിടെ ബുദ്ധിമുട്ടുകൾ, പല കൈമുറിയെ കാലുകൊട്ടൊക്കെ വരും. അപ്പൊ ഒരുപാട് വേദനകളൊക്കെ വരുന്ന സമയം വരുമ്പോ നമ്മൾ അതൊക്കെ സഹിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. വേദനകളൊക്കെ തരണം ചെയ്യാനായിട്ട്, അതിനെ അതിജീവിക്കാൻ. അല്ലാതെ എന്റെ ഒരു കൈ മുറിഞ്ഞെന്ന് പറയോ എന്റെ കൈ മുറിഞ്ഞെന്നും പറഞ്ഞിട്ട് അത് മാത്രം വിചാരിച്ച് അതിന് പോവല്ല. അപ്പൊ അൺലിമിറ്റഡ് കപ്പാസിറ്റി, അതിനെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു ലിമിറ്റ് ഇല്ലാത്ത ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം ഫോർ ടേക്കിംഗ് പെയിൻ, നമ്മൾ വേദന എടുക്കുമ്പോൾ അല്ലെ? പിന്നെന്താ? റീഡിനെസ് ടു വർക്ക് ഫോർ ലോങ് അവേഴ്സ്. എന്താ? കുറെ നേരം ജോലി ചെയ്യാനുള്ള ഒരു സന്നദ്ധ, ഒരു മനസ്സുണ്ടായിരിക്കണം അല്ലെ? ഇപ്പൊ ജോലിയൊക്കെ പബ്ലിക് റിലേഷൻസ് ഓഫീസർക്ക് ചിലപ്പോ രാത്രി ടൈം ഒരു 5 മണി കഴിഞ്ഞാലും അവർക്ക് എന്തെങ്കിലും പ്രോബ്ലംസിനൊക്കെ തരണം ചെയ്യേണ്ടി വരും അല്ലെ? അപ്പൊ ചിലപ്പോ ഒരു 6 മണി വരെ അല്ലെങ്കിൽ ഒരു 7 മണി വരെ അങ്ങനെയൊക്കെ കുറെ നേരം നിൽക്കേണ്ടി വരും. അതൊന്നും നമ്മൾ എന്റെ ടൈം 5 അല്ലേ എന്ന് വിചാരിച്ചല്ല, നമ്മൾക്ക് നമ്മുടെ ഇതെപ്പോഴാണോ തീരണം അതുവരെ ലോങ് അവേഴ്സ് ടു വർക്ക്. നമുക്ക് വർക്ക് ചെയ്യാൻ എത്ര സമയം പോയാലും അതിനോട് മനസ്സുണ്ടായിരിക്കണം. എനിക്കിതൊന്നും സമയമൊന്നും പ്രശ്നമല്ല, ഞാൻ ഇന്നത് തീർത്തിട്ടാ പോകൂ, എന്റെ മനസ്സില് ഇന്നത് കഴിച്ചിട്ടാന്ന് നമ്മൾ പറഞ്ഞു വെക്കാം. അതാ പറഞ്ഞ ദീർഘനേരം ജോലി ചെയ്യാനുള്ള ഒരു സന്നദ്ധ മനസ്സുണ്ടായിരിക്കണം, ഒരു സന്നദ്ധനായിരിക്കണം. ഓക്കെ, അതാ റീഡിംഗ്നെസ് ടു വർക്ക് ഫോർ ലോങ് അവേഴ്സ്. നെക്സ്റ്റ് എന്താ? ബി റിയലിസ്റ്റിക് ആൻഡ് സെൻസ് ഓഫ് ഹ്യൂമർ. എന്താ? എല്ലാ കാര്യത്തെ കുറിച്ച് ഒരു റിയലിസ്റ്റിക് ആയിരിക്കണം, യഥാർത്ഥ ബോധം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടായിരിക്കണം. സെൻസ് ഓഫ് ഹ്യൂമർ, നർമ്മബോധം ഉണ്ടായിരിക്കണം അല്ലെ? ഒരു ഹ്യൂമർ സെൻസ് നമ്മൾ പറയില്ലേ, കോമൺ സെൻസ് എന്ന് പറയുന്ന പോലെ ഹ്യൂമർ സെൻസ്. അവർക്കൊരു എല്ലാ കാര്യങ്ങളും തന്നെ പറഞ്ഞു കൊടുക്കാതെ അവർക്ക് സ്വയം തോന്നി ചെയ്യാനുള്ള എന്തും. ഇപ്പൊ ഒരാൾ വീട് നമ്മൾ നോക്കി നിൽക്കാണ്, അപ്പൊ ഒരാൾ പറയണേ പോയി അയാൾ വീട് പോയി ഒന്ന് പിടിക്കുമെന്ന് മറ്റൊരാളുടെ പ്രേരണ ഇല്ലാണ്ട് നമുക്ക് സ്വയം അയ്യോ അയാൾ വീടല്ലോ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ പോയി നമ്മൾക്ക് ചെയ്യാവുന്നുള്ളത് ചെയ്യാൻ പറ്റണം. അങ്ങനെ ആയിരിക്കണം ഒരു ഗുഡ് പബ്ലിക് റിലേഷൻ. ക്വാളിറ്റീസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസറിനെ കുറിച്ചാണ് പറയണത്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നല്ല പബ്ലിക് റിലേഷൻസ് ആയിരിക്കും അല്ലെ? അപ്പൊ ബി റിയലിസ്റ്റിക് ആൻഡ് സെൻസ് ഓഫ് ഹ്യൂമർ. പിന്നെ കപ്പാസിറ്റി ടു റൈറ്റ് ആൻഡ് സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻലി. എന്താ? നന്നായിട്ട് ഇംഗ്ലീഷ് വായിക്കാനും സംസാരിക്കാനും ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാനും കഴിവുള്ള എന്തായിരിക്കണം? കപ്പാസിറ്റി ഉണ്ടായിരിക്കണം വേണ്ടേ? പബ്ലിക് റിലേഷൻ ഓഫീസർ എന്നൊക്കെ പറയുമ്പോ ഒരു നല്ല പോസ്റ്റ് ആണ്. ആ പോസ്റ്റില് ഒരു ഇംഗ്ലീഷ് എഴുത്തും വായന അറിയാത്ത ഒരാളെ കൊണ്ടുപോയി ഇരുത്താൻ പറ്റുമോ? ഇല്ല. പല തരത്തിലുള്ള പല ക്വാളിറ്റീസ് ഉള്ള പല ക്വാളിഫൈഡ് ഉള്ള ആൾക്കാരായിരിക്കും വന്നു പോണത് അല്ലെ? അപ്പൊ അവരോടൊക്കെ നമുക്ക് സംസാരിക്കാനും അവരോട് നല്ല രീതിയിൽ ക്ലിയർ ആക്കി കൊടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. കപ്പാസിറ്റി ടു റൈറ്റ്, നന്നായിട്ട് എഴുതാൻ പറ്റണം. ടു സ്പീക്ക്, സംസാരിക്കാൻ പറ്റണം. എന്താ? ഇംഗ്ലീഷ് ഫ്ലുവൻലി, ഇംഗ്ലീഷ് നന്നായിട്ട്. നൈസ് വോയിസ് ആൻഡ് എബിലിറ്റി ടു സ്പീക്ക് ഇൻ പബ്ലിക്, നല്ല വോയിസ് ആയിരിക്കണം അല്ലേ? എന്റെ പോലത്തെ സൗണ്ട് ആണെങ്കിലാ പോയി അല്ലേ? ഈ പാട്ടയം വിട്ട് വച്ചെടുക്കുന്ന സൗണ്ട് പോലെയല്ല എന്റെ. അതൊന്നും ആവാതെ നല്ല ഒരു വോയിസ് ആണെങ്കിൽ നമുക്ക് കേട്ടിരിക്കാൻ തോന്നും. എന്റെ റെക്കോർഡ് ക്ലാസ് ഒക്കെ തോന്നുമ്പോ നിങ്ങൾക്ക് തോന്നാറില്ലേ ഒരു ഇറിറ്റേഷൻ, ഒരു ചെവിക്കൊക്കെ ഒരു ദേഷ്യം എന്നെ കൂട്ട് തോന്നാറില്ലേ? തോന്നാറുണ്ട്. എന്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഫോണിൽ തന്നെ നമ്മൾ എന്തെങ്കിലും വാട്സപ്പിലൊക്കെ വോയിസ് ഇട്ടിട്ട് പിന്നെ ഞാനത് വീണ്ടും കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും അയ്യേ ഇത്രയും സൗണ്ട് ഇതാണോ. കാരണം എന്റെ സൗണ്ട് കേൾക്കുമ്പോ എല്ലാവരും പറയും കൂട്ടാനിനെ പോലെ കിടന്ന് വെറുതെ കിടന്ന് അങ്ങനത്തെ ഒരു സൗണ്ടാണ്, ഒരു പറയുമ്പോ പഠിക്കുന്ന പോലെ. അപ്പൊ അങ്ങനെ ഒന്നും ആവാതെ നൈസ് വോയിസ് ആയിരിക്കണം, നല്ല ഒരു സൗണ്ടില്. എബിലിറ്റി ടു സ്പീക്ക് ഇൻ പബ്ലിക്, നമ്മൾ പുറത്ത് സംസാരിക്കുമ്പോ അതിനുള്ള നല്ല ഇതായിരിക്കണം. കിളിയുടെ വോയിസ്. ഓക്കെ, ലെച്ചൂസ് കിളിയുടെ വോയിസ്. ഓക്കെ,
എന്നെ പണ്ട് എന്റെ കുട്ടികള് കൂത്താങ്കിരിയുടെ സൗണ്ട് എന്നും പറഞ്ഞ് കളിയാക്കുമായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായിരിക്കണം? നൈസ് വോയിസ് ആയിരിക്കണം. അതിനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനുള്ള, പബ്ലിക്കിനെ കയ്യിലെടുക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. എബിലിറ്റി ടു സ്പീക്ക് ഇൻ പബ്ലിക്. ക്രിയേറ്റീവ് ഇൻ ഐഡിയാസ്, ഒരുപാട് ഐഡിയകൾ ക്രിയേറ്റ് ചെയ്യണം അല്ലെ? പെട്ടെന്ന് ആ സമയത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹോസ്പിറ്റലാണ്. ഐ മീൻ നൈസ് വോയിസ് മാം. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെന്താ? ക്രിയേറ്റീവ് ഐഡിയാസ്, ഒരുപാട് ഐഡിയാസ്. ഏതെങ്കിലും ഹോസ്പിറ്റലിലൊക്കെ പെട്ടെന്ന് സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും, ഹോസ്പിറ്റലല്ലേ? അപ്പൊ ആ സമയത്ത് നമ്മൾ ആലോചിച്ച് നിൽക്കരുത്. നമ്മൾ ആ സമയത്ത് പെട്ടെന്ന് ഉചിതം എന്താ നമുക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ള കാര്യങ്ങൾ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യും. അത് ക്രിയേറ്റീവ് ഐഡിയാസ്. അപ്പൊ നമ്മൾ ആ സമയത്ത് നമ്മുടെ ഐഡിയകൾ ആരും പറഞ്ഞു കൊടുക്കാണ്ടൊക്കെ നമുക്ക് തോന്നി ചെയ്യാൻ പറ്റണം. ഐഡിയകൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് നമുക്ക് കഴിയണം. ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ പ്രൊഫഷൻ. എന്താ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ദ, നമ്മൾക്ക് നമ്മൾ ചെയ്യുന്ന തൊഴിലിനെ കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. വേണ്ടേ? എന്താണ് നമ്മുടെ ജോലി, എന്താ നമ്മുടെ പ്രൊഫഷൻ, അതിനെ കുറിച്ച് ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. ബേസിക് ആയ ഒരു ധാരണ നമ്മളത് മനസ്സിലാക്കണം. ഞാൻ ഇതാണ്, എനിക്ക് ഇതാണ് എന്റെ പ്രൊഫഷൻ, അപ്പൊ അതനുസരിച്ച് എനിക്ക് കീപ്പ് ചെയ്യാൻ പറ്റണം എന്നുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. ഇമേജ് ബിൽഡിംഗ് എബിലിറ്റീസ്. ഇമേജ് ബിൽഡിംഗ് എബിലിറ്റീസ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ കഴിവുകൾ, നമുക്ക് പല കഴിവുകൾ ഉണ്ടാവും. നമ്മൾക്ക് അതൊക്കെ നമ്മൾ പ്രകടിപ്പിക്കുക, ബിൽഡ് ചെയ്യുക, ഉണ്ടാക്കിയെടുക്കുക. നമുക്കുള്ള കഴിവുകൾ ഒന്നും കൂടി ഇമേജ് നമ്മളുടെ ആ ഒരു ഇതിൽ പ്രകടിപ്പിച്ചെടുക്കുക. ഇമേജ് ബിൽഡിംഗ് എബിലിറ്റീസ്. പിന്നെ ഇന്റലിജൻസ് ആയിരിക്കുക. ആന്റിസിപ്പേഷൻ, റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ച്. എന്താ? നമ്മൾക്ക് ബുദ്ധി. പിന്നെന്താ? ആന്റിസിപ്പേഷൻ, മുൻകരുതൽ അല്ലെ? നാളെ നമ്മൾ നാളത്തെ കുറിച്ച് ഇന്ന് നാളെ അവിടെ തീ പിടിക്കുമെന്നും പറഞ്ഞ് ഇന്നേ നമ്മൾ പച്ചവെള്ളം പിടിച്ച് വെക്കണമെന്നല്ല. ആ മുൻകരുതലല്ല. നമ്മൾ ഒരുപടി മുൻപിലായിരിക്കണം. എല്ലാത്തിനും നമ്മൾ എന്തായിരിക്കണം? അലർട്ടായിട്ടിരിക്കുക. പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ തോന്നണം നാളെ ചിലപ്പോ അങ്ങനെ ആയിരിക്കും. അങ്ങനെ ഒരു മുൻകരുതൽ നമുക്ക് എടുക്കാം. നാളെ അങ്ങനെ വന്നാൽ ഇത് ചെയ്താൽ പോരെ എന്നുള്ള ഒരു മുൻകരുതൽ നമ്മൾ എടുക്കുക. അല്ലാതെ നാളെ തീ പിടിക്കും എന്ന് വിചാരിച്ച് ഇന്ന് തന്നെ ബക്കറ്റിൽ വെള്ളം വെച്ച് വെക്കേണ്ട കാര്യമില്ല, വെള്ളം കൊണ്ട് ചെന്ന് നിൽക്കേണ്ട കാര്യമില്ല. അതല്ല പറഞ്ഞത്. എന്തെങ്കിലും വന്നാൽ നാളെ അത് ചെയ്താലോ, അത് ചെയ്യണം എന്നുള്ള ഒരു മുൻകരുതൽ നമ്മൾ എടുക്കുക. റിസൾട്ട്സ് ഓറിയന്റഡ് അപ്രോച്ച്. പിന്നെന്താ? നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് അതിനുള്ള റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ച്, അതിനെ നമ്മൾ മുന്നിൽ കണ്ടിട്ട് വേണം ചെയ്യാൻ വേണ്ടി. ഓക്കെ, നമ്മളപ്പോ ഒരു റിസൾട്ട് ഓറിയന്റഡ് അപ്രോച്ച്. അപ്പൊ അടിസ്ഥാനമാക്കിയിട്ടുള്ള ആ ഒരു സമീപനമായിരിക്കണം. റിസൾട്ടിനെ മുന്നിൽ കണ്ടിട്ട് വേണ്ട ആ ഒരു സമീപനമായിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. പിന്നെ മീഡിയ സ്പെഷ്യലൈസേഷൻ, എഡിറ്റോറിയൽ എന്റർപ്രൈസസ്. മീഡിയ സ്പെഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ മീഡിയക്കാർ വരും ഇല്ലേ? ഇപ്പൊ എല്ലാവരും എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വന്നാൽ മതി, അത് വളച്ചൊടിച്ച് അതിനെ കാര്യം പറഞ്ഞ് ഇപ്പൊ അത് തന്നെയായിരിക്കും 2 ദിവസം ഫുൾ ന്യൂസിൽ അല്ലെ? അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ കറക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യാനായിരുന്നു. മീഡിയ സ്പെഷ്യലൈസേഷൻ, അവർക്കൊക്കെ കറക്റ്റ് മീഡിയക്കാരെ സ്പെഷ്യലൈസ് ചെയ്ത് കൺവിൻസ് ചെയ്ത് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. എഡിറ്റോറിയൽ പിന്നെന്താ? എക്സ്പെർട്ടൈസ്. എഡിറ്റോറിയൽ എക്സ്പെർട്ട് എന്ന് വെച്ചാൽ എഡിറ്റോറിയലില് ഒരു വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം. എഡിറ്റോറിയലില് എന്തൊക്കെ പറയാനും അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു വൈദഗ്ധ്യം ഉണ്ടായിരിക്കണം. അതിനുള്ള ഒരു ഇതുണ്ടായിരിക്കണം. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ക്വാളിറ്റീസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസറില് ചിലപ്പോ നിങ്ങളോട് ഇതിൽ 2 പോയിന്റ് തരും. നമ്മൾക്ക് മനസ്സിലാവണം. ഇതിലെല്ലാ പോയിന്റും നമ്മൾ വായിച്ചു നോക്കാം. ബൈ ഹാർട്ട് ഒന്നും പഠിക്കണ്ട. മലയാളത്തിൽ പറഞ്ഞതായാലും നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ഇതിൽ ഓപ്ഷൻസ് കാണുമ്പോ തന്നെ പറയണം ഇത് ക്വാളിറ്റീസ് ഓഫ് പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ആണ്. ഒരു ഓപ്ഷൻ ഏത് കണ്ടാലും നമുക്ക് മനസ്സിലാക്കും ഒരു വല്ല ക്വാളിറ്റീസ് ആണ് പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ. അല്ലെങ്കിൽ നമുക്ക് തോന്നും ഇതിൽ നിന്ന് ഓപ്ഷൻ തരും. ഓപ്ഷൻ കണ്ടാൽ നമുക്കത് മനസ്സിലാക്കണം. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് നിർത്താം. നെക്സ്റ്റ് ക്ലാസ്സോടുകൂടി നമുക്ക് ഇത് തീർക്കാം. റോൾ ഓഫ് PR ഓഫീസർ ഉണ്ട്. പിന്നെ ഇത്രയേ ഉള്ളൂ. ഇതോടുകൂടി തീർന്നു. ഇത് തീരുന്നതോടൊപ്പം തന്നെ നമുക്ക് പുതിയ ചാപ്റ്റർ എടുത്തു വെക്കണം. ഓക്കെ, പുതിയ ചാപ്റ്റർ നമ്മൾ എടുത്തു വെക്കുന്നത് എത്തിക്സ് ഇൻ ലീഗൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. മൊഡ്യൂൾ 3 തന്നെ എത്തിക്സ് ഇൻ ലീഗൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇല്ലേ? അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ എല്ലാവരും അതും കൂടി റെഡിയാക്കി വെക്കാം. PDF എടുക്കാനുള്ളവര് 38 പേജ് നമ്പർ ആണോ ജംഷീന? പേജ് നമ്പർ 38 ഇട്ട്. അപ്പൊ എല്ലാവരും അതിന്റെ ഇതൊക്കെ റെഡിയാക്കി PDF
ചാപ്റ്റർ നമ്പർ ആണ്. അപ്പൊ ചാപ്റ്റർ നമ്പർ 38. എല്ലാവരും അത് റെഡിയാക്കി, PDF ഇല്ലാത്തവരോ ബുക്ക് ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒക്കെ റെഡിയാക്കി വെക്കാം. നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ, ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട്, ഇപ്പൊ ഇതിൽ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ പറഞ്ഞു, ഇത് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞു ക്വാളിറ്റീസ്. പിന്നെ ഇമ്പോർട്ടന്റ് ഉള്ളതൊക്കെ ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊക്കെ അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ എന്നാ, താങ്ക് യു. Thank you, ma'am. വെൽക്കം. Thank you, ma'am. വെൽക്കം. Thank you, ma'am. വെൽക്കം.